ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ മാധ്യമങ്ങളിലെ വാർത്തകൾ ശ്രദ്ധിച്ചാൽ രണ്ട് പ്രയോഗങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. പ്രാരംഭഘട്ട ഒരുക്കവും അവസാനഘട്ട ഒരുക്കവും. വിശുദ്ധ ബൈബിളിലും അവസാനമായി ചെയ്യണമെന്ന് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. 3 കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് നമ്മൾ ഓരോരുത്തരും ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ അവസാന ഘട്ട ഒരുക്കം എന്ന് പറയുന്നത്? ഒരു കാര്യം അത് ആരംഭിച്ചു, അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു വന്ന് ഏറ്റവും ഒടുവിൽ അതതിൻ്റെ പൂർണ്ണതയിലേക്ക് വരാനായിട്ട് ചെയ്യുന്ന അവസാന ഘട്ട ഒരുക്കം. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ സമയങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചു കാണും. തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. അതായത് അതിന് വേഗത കൂടുതലാണ്, ഗൗരവമാണ്. ഇത്രയും നാൾ ചെയ്തു വന്നത് ഒരു പോരായ്മകളില്ലാതെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതാണ് അവസാന ഘട്ട ഒരുക്കം. നമ്മളും നമ്മുടെ ആത്മീക ജീവിതത്തിൽ നടത്തേണ്ടുന്ന അവസാന ഘട്ട ചില ഒരുക്കങ്ങളുണ്ട്. 3 കാര്യങ്ങളാണ് നമ്മളത് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിൽ ഒന്നാമത്തേത് നമ്മൾ കാണുന്നത് വല്ലാത്തവരും ദുഷ്ടരുമായ മനുഷ്യരുടെ കൈകളിൽ നിന്ന് വിടുവിക്കപ്പെടുവാനായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും. ദൈവത്തിൻ്റെ വചനം എല്ലായിടത്തും എത്താനായിട്ട് പ്രാർത്ഥിക്കണമെന്ന് അതിനോട് ചേർന്ന് പറയുന്ന ഒരു ഭാഗവുമാണ് 2 തെസ്സലോനിക്കർ 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. രണ്ടാമത്തേത് വിശുദ്ധീകരണത്തെക്കുറിച്ചാണ്. അതായത് ഓരോ ദൈവവിശ്വാസിയും വിശ്വാസത്തിൻ്റെ ആരംഭ നാളുകളിലെ തീഷ്ണത കുറഞ്ഞു പോകാതെ, പ്രത്യേകിച്ച് ദൈവത്തോടുള്ള ബന്ധത്തിൽ, വിശുദ്ധ ജീവിതത്തിൽ മുൻപോട്ട് പോകണം. അവസാനം നമ്മൾ ആദ്യത്തേതിനേക്കാൾ അതിൽ മുമ്പോട്ട് പോകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 1-ാമത്തെ വാക്യമാണ്. മൂന്നാമത്തേത് ഒടുവിൽ കർത്താവിലും അവിടുത്തെ അമിത ബലത്തിലും ശക്തിപ്പെടണമെന്നുള്ള ദൈവത്തിൻ്റെ വചനമാണ്. അതായത് നമ്മൾ നമ്മുടെ പ്രാർത്ഥനയിലും ആത്മീക ജീവിതത്തിലും മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ തളർന്നു പോകാതെ, ക്ഷീണിക്കാതെ, മടുക്കാനൊക്കെയുള്ള ഒത്തിരി വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. പക്ഷെ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകണം. രേഖപ്പെടുത്തിയിരിക്കുന്നത് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിലാണ്. മുൻപേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക. ഇത് നമ്മൾ സുവിശേഷ പുസ്തകത്തിലാണ് കാണുന്നത്. ഇതിനെ വേണമെങ്കിൽ ഒരു പ്രാരംഭഘട്ടമായിട്ട് കാണാൻ പറ്റും. അതായത് ഒരു വ്യക്തി ദൈവരാജ്യത്തിലേക്ക് വരുമ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്നു, ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് അന്വേഷിക്കുന്നു. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് നമ്മൾ കാണുന്നുണ്ട്. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചാൽ ക്രിസ്തുവിൽ പങ്കാളികളായി തീരുമെന്ന് എബ്രായ ലേഖനത്തിലൊക്കെ കാണുന്നുണ്ട്. അപ്പം അങ്ങനെ ഈ ഒരു ആത്മീക ജീവിതത്തിൻ്റെ പ്രാരംഭഘട്ടവും അവസാന ഘട്ടവും നമ്മൾ കാണുന്നുണ്ട്. അവസാന ഘട്ട ഒരുക്കങ്ങൾ എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്യേണ്ടുന്ന ഈ 3 കാര്യങ്ങളുടെ വിശദീകരണത്തിലേക്ക് നമുക്ക് വളരെ വേഗത്തിൽ മുമ്പോട്ട് പോകാം. ഇതിൽ ഒന്നാമത്തേത് കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞ 2 കാര്യങ്ങളാണ്. 1, ദൈവവചനം എല്ലായിടത്തും എത്താനായിട്ട് പ്രാർത്ഥിക്കുക. 2, വല്ലാത്തവരും ദുഷ്ടരുമായ മനുഷ്യരുടെ കൈകളിൽ നിന്ന് വിടുവിക്കപ്പെടാനായിട്ട് പ്രാർത്ഥിക്കണം. നമ്മൾ വളരെ ഗൗരവമായിട്ട് നമ്മൾ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവദാസന്മാർക്ക് വേണ്ടി, മിഷനറിമാർക്ക് വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളായിരിക്കുന്നവർക്ക് വേണ്ടി ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ കേരളത്തിൽ വരുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കാണാം. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ നോക്കുമ്പം അനേക സ്ഥലങ്ങളിൽ ഈ ദൈവവചനത്തെ പ്രതി പീഡിപ്പിക്കുന്നവരും ഉപദ്രവിക്കപ്പെടുന്നവരും തടവിലാക്കപ്പെടുന്നവരും ഒക്കെ ഉണ്ട്. നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും വേണ്ടി മാത്രം പ്രാർത്ഥിക്കാതെ ഓരോരുത്തരുടെയും ദൗത്യമാണ് നമ്മുടെ ചുറ്റുപാടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവമേ, ഞങ്ങളുടെ ദൈവദാസന്മാരൊന്നും വല്ലാത്തവരുടെ കയ്യിൽ അകപ്പെടരുത്. 2, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ മക്കൾ വല്ലാത്ത മനുഷ്യരുടെ കയ്യിൽ അകപ്പെടരുത്. ഇതിനു മുമ്പ് ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. പലരുടെയും വിഷയങ്ങൾ കേൾക്കുമ്പോൾ തലയെ കൈവെക്കും. ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചിന്തിക്കും. ഓരോ നിഷ്ഠൂരന്മാരായ ആളുകളുടെയൊക്കെ കയ്യിൽ പോയി പെട്ടുപോയ പെൺകുട്ടികളും ആളുകളും ഒക്കെ അവരനുഭവിക്കുന്ന കൊടിയ വേദനകൾ, തീരാത്ത ദുഃഖങ്ങൾ, അങ്ങനെയൊന്നും ഉള്ളിടത്തൊന്നും നമ്മുടെ തലമുറകളൊന്നും പോയി പെട്ടുപോകാതെ ഇരിക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് സ്കൂളുകളൊക്കെ തുറന്നിരിക്കുന്ന സമയങ്ങളാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കണം. അവരുടെ മാനസികാരോഗ്യവും അവരുടെ ആത്മീക നിലവാരവും ഒന്നും ശത്രു നഷ്ടപ്പെടുത്തി കളയാതെ ഈ പിശാച് ബാധിച്ച മനുഷ്യരുടെ കൈകളിലൊന്നും നമ്മുടെ കുഞ്ഞുങ്ങൾ പോയി പെട്ട് അവരുടെ ജീവിതം ലോകത്തിൻ്റെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി തീരാതിരിക്കാനായിട്ട്
അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. ചിലർ പറയുന്നത് നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും ദൈവം നടത്തുമെന്ന്. അങ്ങനെയുള്ളവർ ഈ വചനം ഒന്ന് ശ്രദ്ധിക്കണം. ദൈവം നടത്തുമെന്നുള്ളത് സത്യമാണ്. പക്ഷേ നമ്മൾ ഒരിക്കലും ഉദാസീനതയോടെ ഉത്സാഹമില്ലാത്തവരായി ജീവിക്കരുത്. ഗൗരവത്തോടെ പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമ്മുടെ ഉറ്റവരെയും നമ്മുടെ ദേശം, അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. ദൈവവചനം എല്ലായിടത്തും എത്താനായിട്ട് പ്രാർത്ഥിക്കണം. രണ്ടാമത്തേത്, വല്ലാത്തവരും ദുഷ്ടരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. രണ്ടാമത് നമ്മൾ ഒടുവിൽ ചെയ്യണമെന്ന് പറഞ്ഞ കാര്യം നമ്മൾ കാണുന്നത് 1 തെസ്സലോനിക്കർ 4 അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള ഭാഗമാണ്. സത്യത്തിൽ 1 മുതൽ 8 വരെയുള്ള ഭാഗങ്ങൾ, ആ പാസേജ് നമ്മൾ വായിച്ചു പഠിച്ചാൽ നമുക്കവിടെ കാണാനായിട്ട് പറ്റുന്നത്, ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിക്കുവാൻ തക്കവണ്ണം എങ്ങനെ നടക്കണമെന്ന് ഞങ്ങൾ നിങ്ങളോട് ഗ്രഹിപ്പിച്ചതുപോലെ ഇനിയും നിങ്ങളതിൽ വർദ്ധിച്ചു വരണം. നോക്കിക്കേ, നമ്മളൊക്കെ ഈ ദൈവത്തെ അറിയുന്ന കാലങ്ങളിൽ ഭയങ്കര തീഷ്ണതയായിരുന്നു. പ്രാർത്ഥിക്കാൻ തീഷ്ണത, ആരാധിക്കാൻ തീഷ്ണത, ബൈബിൾ വായിക്കാൻ തീഷ്ണത, ദൈവത്തെ സ്നേഹിക്കാൻ തീഷ്ണത. പക്ഷെ കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പം എന്തൊക്കെയോ മുറിവുകൾ മനസ്സിൽ വന്നു. ആരോടൊക്കെയോ ഉള്ള ചില വേദനകൾ ഹൃദയത്തിൽ കയറി, ചില ദുരനുഭവങ്ങൾ, ചില പ്രതിസന്ധികൾ, അതൊക്കെ നമ്മുടെ മനസ്സിനെ ക്ഷീണിപ്പിച്ചു. ആരൊക്കെയോ നമ്മുടെ ഉള്ളിൽ കയറ്റിത്തന്ന തെറ്റായ പഠിപ്പിക്കലുകൾ കൊണ്ട് നമ്മുടെ ആ ഏകാഗ്രതയിൽ നിന്ന് നമ്മൾ കുറച്ച് പുറകോട്ട് മാറി ഇല്ലേ? അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ മാറരുത്. പ്രാരംഭത്തിൽ നമ്മൾ എങ്ങനെ പോയോ അതുപോലെ തന്നെ ഒടുവിലും അതേ തുച്ഛീകരിക്കുന്നവൻ പരിശുദ്ധാത്മാവിനെ തന്ന അതേ ദൈവത്തെ തുച്ഛീകരിക്കുന്നു. ദൈവം നമ്മളെ അശുദ്ധിക്കല്ല, വിശുദ്ധീകരണത്തിനാണ് നമ്മളെ വിളിച്ചത്. നിങ്ങളുടെ ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ഓരോരുത്തൻ താൻ്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. നോക്കിക്കേ, എന്താ പറയുന്നത്? പശ്ചാത്തലത്തിലേക്കൊന്നും ഞാൻ അധികമായിട്ട് പോകുന്നില്ല. തീഷ്ണതയോടെ ഇറങ്ങിത്തിരിച്ച എത്രയോ പേര്, എത്രയോ ചെറുപ്പക്കാർ കാലങ്ങളിൽ അവരുടെ ആ പാത്രങ്ങൾ അഴുക്കായിപ്പോയി. മാനപാത്രങ്ങളായി തീരേണ്ടുന്ന ആ പാത്രങ്ങൾ ഈ ലോകത്തിൻ്റെ വഷളത്വങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് കളങ്കപ്പെട്ട് അവരുടെ ദൈവസന്നിധിയിലെ ഏകാഗ്രതയും നിർമ്മലതയും ഒക്കെ നഷ്ടപ്പെട്ട് മുമ്പോട്ട് പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, എങ്ങനെ എനിക്ക് എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് പറ്റും? ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് എന്നുള്ളത് ഓരോ ദിവസവും നമ്മൾ പരിശോധിക്കണം. മുട്ടുമേലിരുന്ന് കരഞ്ഞ് ദൈവത്തോട് ചോദിക്കണം, കർത്താവേ, ഞാൻ എവിടെയെങ്കിലും വഴി മാറിപ്പോയിട്ടുണ്ടോ? എൻ്റെ കാഴ്ചപ്പാടുകൾ മാറിയിട്ടുണ്ടോ? ദൈവമേ, അങ്ങനെയുണ്ടെങ്കിൽ എന്നെ മടക്കി വരുത്തണമേ. എൻ്റെ ചിന്താഗതികളും എൻ്റെ മനോഭാവങ്ങളും ഒക്കെ ദൈവത്തിന് പ്രസാദകരമായി തീരട്ടെ. ഇപ്പം രണ്ടാമത്തേത് ഇതാണ്, ഒടുവിൽ സഹോദരന്മാരെ ശുദ്ധീകരണത്തിൽ മുമ്പോട്ട് പോകുക, മുമ്പ് ചെയ്തതിനേക്കാൾ അധികം മുൻപോട്ട് വരിക എന്നുള്ളതാണ്. മൂന്നാമത്തേത് എഫേസ്യ ലേഖനം 6 അധ്യായത്തിൻ്റെ 10 വാക്യമാണ്. അവിടെ എഴുതിയിരിക്കുന്നത്, ഒടുവിൽ കർത്താവിലും അവിടുത്തെ അമിത ബലത്തിലും ശക്തിപ്പെടണം. എഫേസ്യ ലേഖനത്തിൽ നിന്ന് ഇതിനു മുമ്പ് നമ്മൾ പലതവണ ചിന്തിച്ചിട്ടുണ്ട്. ലേഖനങ്ങളുടെ രാജ്ഞിയെന്നോ റാണിയെന്നോ ഒക്കെ വിളിക്കാനായിട്ട് പറ്റുന്നതാണ്. 1 അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ ക്രിസ്തുവിൽ ഒരു വ്യക്തിക്ക്, ഒരു ദൈവഭക്തന് ലഭിക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ്. സ്വർഗത്തിലെ ആത്മീക അനുഗ്രഹം, മുൻനിർണയം, ദത്തെടുക്കൽ, ഇതെല്ലാം കാണാനായിട്ട് പറ്റും. പിന്നീട് നമ്മൾ കാണുന്നത് പ്രാർത്ഥനയിലൂടെ നമുക്കുണ്ടാകുന്ന ആത്മീക വെളിപ്പാടുകൾ, അതിൻ്റെ തിരിച്ചറിവുകളാണ്. സഭ എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഭാര്യ ഭർത്തൃബന്ധത്തിലും കുടുംബത്തിലും പരസ്പരമൊക്കെ ഉണ്ടാകേണ്ടുന്ന ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ പറയുകയാണ്, ഒടുവിൽ ഫൈനലി ബി സ്ട്രോങ് ഇൻ ദ ലോർഡ്. ഒടുവിൽ കർത്താവിലും അവിടുത്തെ അമിത ബലത്തിലും ശക്തിപ്പെടണം. ഇത് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ശക്തി ക്ഷയിക്കുന്ന പലതും ഉണ്ടാകും. പലർക്കും ആരംഭകാലങ്ങളിലെ ആത്മശക്തി, ദൈവകൃപ പിന്നീട് അതിനെ ജ്വലിപ്പിക്കാൻ കഴിയാതെ നഷ്ടപ്പെടുത്തി കളഞ്ഞവരുണ്ട്. ഇതെല്ലാം കുറേ കാര്യങ്ങൾ കഴിഞ്ഞത് പോയി കഴിഞ്ഞിട്ടാണ് പലരും തിരിച്ചറിയുന്നത്, അയ്യോ പോയി. ശിംശോന് സംഭവിച്ചതുപോലെ കുടഞ്ഞു കളയാനായിട്ട് നോക്കിയിട്ട് ഒന്നും പറ്റുന്നില്ല. അന്നേരമാണിത് എനിക്ക് മനസ്സിലായത്, തൻ്റെ ജഡ നഷ്ടപ്പെട്ടു. തൻ്റെ നാസീർ വ്രതസ്ഥനായിരുന്നു. തൻ്റെ ആ ശക്തി നഷ്ടപ്പെട്ടു, തൻ്റെ വേർപാട് നഷ്ടപ്പെട്ടു. പണ്ടത്തേതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷേ വിചാരിക്കുന്നതല്ലാതെ ഒന്നും നടക്കുന്നില്ല. പക്ഷെ വീണ്ടും ഒരു പ്രതീക്ഷയുണ്ട്. തൻ്റെ കണ്ണുകളെല്ലാം കുത്തിപ്പൊട്ടിച്ച്
ദാഗോൻ്റെ ക്ഷേത്രത്തിൽ ഇരിക്കുമ്പോഴും അവൻ്റെ മുടി വീണ്ടും വളർന്നു തുടങ്ങി എന്ന് നമ്മൾ വായിക്കുന്നത് പോലെ അങ്ങനെ നഷ്ടപ്പെട്ടത് വളരണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷേ ഒരു ശുഭപ്രതീക്ഷയ്ക്ക് വകയുണ്ട് പ്രിയമുള്ളവരെ. ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ഒക്കെ ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ, വീണു പോയിട്ടുണ്ടെങ്കിൽ, തളർന്നു പോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ചിന്തകൾ മനസ്സിൻ്റെ അകത്തേക്ക് കയറി ഈ ശക്തിയെ പുതുക്കാനായിട്ട് കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിനോടുകൂടെ ഒന്നിച്ചുള്ള ഒരു ജീവിതം കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ദൈവവചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വീണ്ടും ചിലരെ ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്തുകയാണ്, ഒന്നുകൂടെ പുതുക്കപ്പെടുവാൻ, ഒന്നുകൂടെ ശക്തിപ്പെടുവാൻ. അതുകൊണ്ടാണ് പുതുക്കം, ഈ ആരാധന എന്ന് പറയുന്നത് പുതുക്കവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ എന്നുള്ള പദം ഇല്ലേ എന്നതുപോലെ ഒന്ന് പുതുക്കപ്പെടുവാൻ, ഒന്ന് ശക്തിപ്പെടുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് കൃപ നൽകുമാറാകട്ടെ. അപ്പം ആ ഒരു പുതുക്കത്തിലേക്ക് ഈ ദിവസങ്ങളിൽ പിന്നെയും നമുക്ക് മടങ്ങി വരുവാനായിട്ട് കഴിയട്ടെ. ആത്മീക യുദ്ധത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആത്മീക യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ധാരാളം സന്ദേശങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അപ്പോൾ ആ ദിവസങ്ങളിലെല്ലാം ഞാൻ പറഞ്ഞു, നാം ശക്തിപ്പെടണം. അപ്പം ഈ കൃപാവരത്തെക്കുറിച്ചും ദൈവശക്തിയെക്കുറിച്ചുമൊക്കെ നമ്മൾ കേൾക്കുമ്പം അതിൻ്റെ അകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നൊരു കാര്യമെന്ന് പറയുന്നത്, നിന്നിലുള്ള കൃപാവരം ജ്വലിപ്പിക്കണം, പ്രവചനം തുച്ഛീകരിക്കരുത്, എന്നാൽ സകലത് ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കണമെന്നും ഉണ്ട്. ഈ പ്രവചനം എന്ന് പറയുമ്പോൾ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഈ സാധാരണക്കാരായ ആളുകളാണ് ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടുന്നത്. പ്രവചനം നല്ലതാണ്, പക്ഷേ വചനം ഹൃദയത്തിൻ്റെ അകത്തിരുന്നിട്ട് മാത്രമേ പ്രവചനം കേൾക്കാവൂ, ഇല്ലെങ്കിൽ ചതിക്കപ്പെടും. ഇപ്പം പ്രവചനത്തെ തുച്ഛീകരിക്കരുത്, കൃപാവരത്തെ ജ്വലിപ്പിക്കണം, എൻ്റെ കൈവപ്പിനാൽ നിന്നിലുള്ള കൃപാവരത്തെ ജ്വലിപ്പിക്കണം, ആത്മാവിനെ കെടുക്കരുത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളുടെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം നമുക്ക് തന്നെ നമ്മുടെ ആത്മീക ജീവിതത്തെ പണിയാനായിട്ട് പറ്റും, അതിനെ വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും. അതിൻ്റെ അർത്ഥം നമ്മൾ സ്വയശക്തിയാൽ ചെയ്യുന്നു എന്നുള്ളതല്ല, നമ്മൾ അനുവദിക്കുന്നതിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും നമുക്ക് സ്വയം ഉയർന്നു വരുവാനായിട്ട് പറ്റും. അതുകൊണ്ടാണല്ലോ യൂദായുടെ ലേഖനത്തിലുമൊക്കെ നമ്മൾ വായിക്കുന്ന വേദഭാഗങ്ങൾ ഇങ്ങനെയാണ് കാണുന്നത്: ബിൽഡ് യുവർ സെൽഫ് അപ്പ് ഓൺ ദ മോസ്റ്റ് ഹോളി ഫെയ്ത്ത്. നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തുക. ഇടിച്ചിടാനും തള്ളിയിടാനും ഒക്കെയാണ് പലരും കൂടെ ഉള്ളത്. വാർത്തകളൊന്നും സന്തോഷവും ആനന്ദവും പകരുന്നതല്ല. പലതും നിരാശയുടെയും ദുഃഖത്തിൻ്റെയും ഒക്കെ വാർത്തകളാണ് നമ്മൾ ഓരോ ദിവസവും കാണുന്നത്. വീണുപോയവരുടെ ചരിത്രവും പീഡനത്തിൻ്റെ കഥകളും മനസ്സിനെ മുറിപ്പെടുത്തുന്ന വാർത്തകളുമാണ് മാധ്യമങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്നത്. നല്ലതെന്ന് പറയുന്നതിനെ കുറവാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അതിൻ്റെ അകത്തു നിന്നും അതൊന്നും നമ്മളെ ഭാരപ്പെടുത്താതെ, നമ്മുടെ ഏകാഗ്രതയെ നഷ്ടപ്പെടുത്താതെ സ്വയം ശക്തിപ്പെടുവാനായിട്ട് നമുക്ക് കഴിയണം. അപ്പോസ്തലനായ പൗലോസ് തിമത്തിയോസിനോട് പോലും പറയുന്നത് ഇതാണ്: എൻ്റെ മകനെ, ക്രിസ്തുവേശുവിൻ്റെ കൃപയിൽ ശക്തിപ്പെടുക. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എങ്ങനെ ശക്തിപ്പെടണമെന്നുള്ളൊരു കാര്യത്തിൻ്റെ അകത്ത് എങ്ങനെ ശക്തിപ്പെടണമെന്നുള്ള ഒരു മെസ്സേജ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ദൈവം ഇടയാക്കി തീർത്തല്ലോ. ആ മെസ്സേജ് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ആ മെസ്സേജ് ഒന്ന് കാണുക. അപ്പം ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഇരിക്കട്ടെ. ആ 3 കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറഞ്ഞ് നമ്മുടെ ഈ ഷോർട്ട് മെസ്സേജ് നിർത്തുകയാണ്. 3 കാര്യങ്ങൾ. 1, വല്ലാത്തവരും ദുഷ്ടരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. നമുക്കെല്ലാം മറ്റുള്ളവരുടെ പ്രാർത്ഥന ഈ കാര്യത്തിൽ ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളെ ഓർത്തും നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക. നമ്മളാരും തികഞ്ഞവരല്ല, നമ്മളാരും പൂർണ്ണരല്ല. മാനുഷികമായ ബലഹീനതകളും കുറവുകളും ഒക്കെയുള്ള മനുഷ്യരാണ് നമ്മളെല്ലാം. പക്ഷേ അതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കുകയും മുൻപോട്ട് പോവുകയും ചെയ്യാം. രണ്ടാമത്തേത്, വിശുദ്ധിയുടെ ആ ഒരു അനിവാര്യതയാണ്. ആ ഒരു വിശുദ്ധ ജീവിതം, ശുദ്ധീകരണം അവസാനത്തോളം നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. മൂന്നാമത്തേത്, കർത്താവിലും അവിടുത്തെ അമിതബലത്തിലും ശക്തിപ്പെടുക എന്ന് പറഞ്ഞ ആ ഒരു കാര്യമാണ്. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഒരു നിമിഷം കൂടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളുടെ സന്നിധിയോട് ഞങ്ങൾ അടുത്തു വരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആരംഭകാലങ്ങളിൽ മാത്രമല്ല, ഞങ്ങളുടെ മുമ്പോട്ടുള്ള യാത്രകളിലും ഞങ്ങൾ ദൈവത്തിന്
കൊള്ളാവുന്നവരായി തീരുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് കൃപ നൽകണമേ. ആത്മാവിൽ ശക്തിപ്പെടുവാൻ, ദൈവകൃപയിൽ ബലപ്പെടുവാൻ, ദൈവിക വിശുദ്ധിയിൽ ശക്തിപ്പെടുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവെ, ആരെങ്കിലുമൊക്കെ ക്ഷീണിച്ചും തളർന്നുമൊക്കെ പോയെങ്കിൽ, ആരെങ്കിലുമൊക്കെ പിന്മാറ്റത്തിൻ്റെ വാക്കിലാണെങ്കിൽ അവർ ഒക്കെ മടങ്ങി ഒരു ദൈവകൃപയിൽ ശക്തിപ്പെട്ട് മുമ്പോട്ട് വരുവാൻ തക്കവണ്ണം ദൈവം അവർക്ക് കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.